ഹായ് ഓൾ വെൽക്കം ടു ടെക് പി എസ് സി. നമ്മൾ എല്ലാവരും കാത്തിരുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ വിശദ വിവരങ്ങൾ ചർച്ച ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക. കാറ്റഗറി നമ്പർ വരുന്നത് 48/2026 ആണ്. ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ബാർ ഡെമോൺസ്ട്രേറ്റർ ബാർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 41,300 മുതൽ 87,000 വരെയാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ റെഗുലർ ഡിപ്ലോമ ഓർ ഇറ്റ്സ് ഇക്വലന്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ നോക്കാം. 5/8/2026 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ ബിടെക്കോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 3 ഇയർ റെഗുലർ കോഴ്സ് ആയിരിക്കണം. ഇനി നമുക്ക് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഏതൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. ഇക്വലന്റ് വരുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്കൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, AMIE സെക്ഷൻ A ആൻഡ് B ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുകാർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബിടെക് ഓണേഴ്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ്. ഇനി അടുത്ത് നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. കാറ്റഗറി നമ്പർ 678/2022 ആയിരുന്നു. എക്സാം നടന്നത് 16/6/2023 ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് 14,583 ആയിരുന്നു. അതിൽ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം 11,743 ആണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 15/4/2024 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ എണ്ണം 78 ആണ്. കട്ട് ഓഫ് മാർക്ക് 53.67 ആയിരുന്നു. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 1/4/2026 ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് 88 അഡ്വൈസസ് ആണ് നടന്നത്. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി. ഇനി എക്സാമിന്റെ സ്റ്റേജസ് നോക്കാം. 3 ഡിഫറെന്റ് സ്റ്റേജസ് ആണ് വരുന്നത്. റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, 100 മാർക്കിന്റെ റിട്ടേൺ ടെസ്റ്റ്. ദെൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് ഇന്റർവ്യൂയുടെ മാർക്ക് 20 മാർക്കാണ് വരുന്നത്. ഇനി എക്സ്പെക്ടഡ് സിലബസിന്റെ ഓവർവ്യൂ നോക്കാം. മെയിൻലി 10 ഡിഫറെന്റ് മൊഡ്യൂൾസ് ആണ്. ഈച്ച് മൊഡ്യൂൾസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 10 മാർക്കാണ്. ആദ്യത്തെ മൊഡ്യൂൾ വരുന്ന ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസം, ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം, മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് instrument, safety, first aid, batteries and solar cell, wiring accessories, DC machines, AC machines, digital electronics and power electronics. അങ്ങനെ 10 modules ആണ് വരുന്നത്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സിന്റെ എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫോക്കസ് ബാച്ച് ടെക് പി എസ് സിയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കംപ്ലീറ്റ് സിലബസിന്റെ ക്ലാസ്സസ് കിട്ടും. ലൈവ് സെഷൻസും ഉണ്ട്, റെക്കോർഡഡും ഉണ്ട്. ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് സ്റ്റുഡൻസിന് PDF ഫോർമാറ്റിൽ കിട്ടും. ഫുൾ ലെങ്തിലുള്ള മോഡൽ എക്സാംസ്, ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ടും കിട്ടും. ഇതിന്റെ വാലിഡിറ്റി വരുന്നത് അപ് ടു എക്സാം വരെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ടെക് പി സിയുടെ കോഴ്സ് എൻറോൾ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ടെക് പി സിയുടെ ആപ്പ് ത്രൂ എൻറോൾ ചെയ്യാവുന്നതാണ്. ടെക് പി സിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു കോഴ്സിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി സിയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.